മനസ്സിലാവാത്ത എന്നെ പോലെയുള്ളവർക്ക് വേണ്ടി ചെയ്തു, കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി ചെയ്തു. ഇനി മനസ്സിലടുത്തത് ഉറപ്പായിട്ടും വലിയ വലിയ ഇത്തരം ആഗ്രഹങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം ഞാൻ സ്വാഭാവികമായിട്ടും ചോദിക്കണ്ടേ? പുസ്തകം എഴുതും. ഇപ്പം അമ്മ അതാണ് ഏറ്റവും രസം. മേത്തിൽ എന്ന പേര് എന്ന ആ വാക്ക് നമ്മൾ മലയാളികൾക്ക് പരിചയമുള്ളത് എഴുത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പിന്നെയാണ് മേതിൽ ദേവിക വരുന്നത്. ഐ എം റിയലി സോറി ടു സേ ദാറ്റ്. പക്ഷേ മേതിൽ ദേവികയുടെ അമ്മ ഒരു പുസ്തകം എഴുതി ആ പുസ്തക രചയിതാവിൻ്റെ മകളായിട്ടും കൂടി ആയിപ്പോയിരിക്കണം. ഒരു പുസ്തകം എഴുതിയ ഒരു മുമ്പ് ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അമ്മ മിക്കവാറും പുസ്തകം ഉടൻ എഴുതിയിരുന്നു. ഷീ യൂസ് ടു റൈറ്റ്. അന്നത്തെ കാലത്ത് കുങ്കുമം, മലയാളനാട്, മാതൃഭൂമി, ആഴ്ചപ്പതിപ്പ്, പിന്നെ അമ്മ അങ്ങനെ കുറേ ഷോർട്ട് സ്റ്റോറീസൊക്കെ ഞാൻ കമ്പൈൽ ചെയ്ത് നമ്മൾ DC ബുക്സ് പബ്ലിഷ് ചെയ്തിരുന്നു. പിന്നെ അമ്മ ഞാൻ ഈയിടെ നോക്കുമ്പോൾ 40 വർഷം മുമ്പ് എഴുതി വെച്ച ഒരു മാനുസ്ക്രിപ്റ്റ് നമുക്ക് പറയാം, 130 പെറ്റ മുത്തി. അത് പിന്നെ മാതൃഭൂമിയിൽ കൊടുത്തപ്പോൾ ഗോട്ട് ഇറ്റ് പബ്ലിഷ്ഡ്. അമ്മയ്ക്ക് അത് പബ്ലിഷ് ചെയ്യാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നു. ഷീ സെഡ് കാലം കഴിഞ്ഞില്ലേ, ഭാഷ മാറി ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് കുറേ എഡിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഇതാണ്, റെപ്പിറ്റേറ്റീവ്. പക്ഷേ ഐ തിങ്ക് ദേ റീറ്റെയിൻഡ് ഇറ്റ് ബിക്കോസ് അത് ആ കാലഘട്ടം ഫ്രീസ് ചെയ്യുന്ന ഒരു സാധനം. ഈവൻ ദാറ്റ് റൈറ്റിംഗ് സ്റ്റൈൽ ഇസ് ഫ്രോസൺ ഇൻ ദാറ്റ് വർക്ക്. സോ ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ്. ഒരു റൈറ്റേഴ്സ് ഫാമിലി, അവരെല്ലാം തൂലിക കൊണ്ടെഴുതും, ഞാൻ എൻ്റെ ശരീരം കൊണ്ടെഴുതും. അപ്പോൾ പക്ഷേ അടുത്ത സ്റ്റേജ് എന്തായാലും എഴുതുമെന്നാണ് ഞാൻ എഴുതണം. ബിക്കോസ് ഈ പറയുന്ന ഞാൻ എഴുതിയില്ലെങ്കിൽ ഭാഷ കയ്യിലുണ്ടല്ലോ, അപ്പോൾ പിന്നെ എപ്പോൾ വേണമെങ്കിൽ എഴുതാവുന്നേ ഉള്ളൂ. ഡെഫിനറ്റ്ലി എഴുതണം. ഇപ്പോൾ കുറേ ആയി എന്നോട്, ഇപ്പം നമ്മുടെ ചാത്തന ചുണ്ണി മാഷെ പോലെയുള്ള വ്യക്തികൾ പറയും, ദേവിക പ്ലീസ് ഗ്രന്ഥം എഴുതൂ. പക്ഷെ എനിക്ക് അതിനുള്ളൊരു സമയമില്ല. ബട്ട് നൗ ഐ റിയലൈസ് നമ്മൾ ഡാൻസ് സ്റ്റേജിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ആ വിഷ്വലിനെക്കാട്ടിലും ഒരുപാട് കാര്യങ്ങൾ ഓഡിയൻസിന് അറിയാനുണ്ട്. വാട്ട് ഗോസ് ഇൻ ടു ദ മേക്കിംഗ് ഓഫ് ദാറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേമാതിരി ഞാൻ വളരെ പാഷനറ്റായി ഓൾസോ തിങ്ക് ചെയ്യുന്ന ഇപ്പോൾ ഇവിടെയുള്ള കുറേ പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇതുവരെ സിനിമയെ പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന്. സാധാരണ രീതിയിൽ നമ്മളെപ്പോഴും ഇനിയിപ്പോൾ മേതിൽ ദേവിക നിങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും, മേതിൽ ദേവിക ആക്ട്രസ് എന്നായിരിക്കും ആദ്യം വരുന്നത്. ലക്കിലി മറ്റേത് മാറി. ലക്കിലി ആയിട്ടില്ല. നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടം കുറേ കൂടെ ആൾക്കാർ വളരെ കോഷ്യസ് ആണ്. ആൻഡ് ലക്കിലി ഐ എം സ്റ്റിൽ നോൺ ആസ് എ ഡാൻസർ. ഞാൻ മറ്റേത് പ്രതീക്ഷിച്ചു, പക്ഷേ ഐ എം വെരി ഗ്ലാഡ്. സിനിമയിൽ അഭിനയിച്ചു. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നല്ലൊരു എഴുത്തുകാരി ഉള്ളിലുണ്ട്. അങ്ങനെയാണല്ലോ ഈ കാളിക്ക് ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള കോൺവെർസേഷനിൽ ഒരു നൃത്തത്തിന് സാധ്യതയുണ്ട്, ആ മൊമെൻറ്റിനെ ഇങ്ങനെ ആക്കാം. സർപ്പതത്വം പോലെ ഒരു കൃതി ഡിസൈൻ ചെയ്ത ആളാണ്. അഹല്യ പോലെ ഒരു കൃതി അതിനെ ആ വേർഷനിലാക്കിയ ആൾക്ക് സ്വാഭാവികമായ ഒരു സ്ക്രിപ്റ്റ് എഴുതാനൊന്നും ഒരു ബുദ്ധിമുട്ടും കാണില്ല. ഇല്ല. അപ്പോൾ എപ്പോഴും എഴുതുന്നേ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനായിരിക്കും ബുദ്ധിമുട്ട്. ഹലോ. എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് ഐ തിങ്ക് അതിന് ഒരു സിനിമാറ്റിക് ലാംഗ്വേജ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അത് നമ്മളൊരു സ്റ്റേജ് ലാംഗ്വേജ് അല്ലല്ലോ. ഇറ്റ്സ് നോട്ട് എ സ്റ്റേജ് ലാംഗ്വേജ്. സിനിമാറ്റിക് ലാംഗ്വേജ് വളരെ ഡിഫറെൻ്റ് ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഡാൻസ് ഇനിയും വളരെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു ഡൊമെയിനാണ് സിനിമയിൽ. മാക്സിമം നമ്മൾ കാണാൻ പട്ടുസാരി എടുത്ത ഒരു എല്ലാം ജീവിതം മൊത്തം ത്യാഗം ചെയ്ത തട്ടിക്കിഴിയൊക്കെ പിടിച്ചൊരു പാലസിൽ ഇതൊന്നും അല്ല ഡാൻസിൻ്റെ മൈൻഡ് സ്കേപ്പൊക്കെ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ആൻഡ് ആസ് എ ക്രിയേറ്റർ ഐ തിങ്ക് അത് ഇപ്പോൾ ക്രോസ് ഓവറിലും ഇപ്പോൾ അഹല്യ മധു അമ്പാട് സർ ഫിൽം ചെയ്തു, ഞാൻ ചെയ്ത വർക്ക് എന്താ പറയുക, ഒരു ഡാൻസ് ഡോക്യുമെൻറ്റേഷൻ അല്ലേ ഞാൻ ചെയ്തു. ഡാൻസ് തന്നെ ഫിലിമാവുന്നു. ഫിലിമിൽ യു ഹാവ് ഡാൻസസ്, ഇത് രണ്ടും മേർജ് ചെയ്യുന്ന ഒരു സ്പേസ് വരും, റൈറ്റ്, വേർ ഐ ഡോണ്ട് നോ വാട്ട് ടു കോൾ ഇറ്റ്, വിൽ ഹാവ് എ ഡിഫറെൻറ്റ് ടേം ലേറ്റർ ഓൺ. ബട്ട് അങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് ഐ തിങ്ക് അതിൽ സ്കോപ്പ് ഉണ്ട്. ദർ ഇസ്, ബിക്കോസ് എനിക്ക് എല്ലാ വിഷ്വൽസും ക്ലിയർ കട്ടായിട്ട് കാണുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ RT ഒന്നും അല്ല, അതിനുള്ള എല്ലാ സ്കോപ്പുണ്ട്.
എന്താ വെച്ചാൽ ഒരു മൈൻഡ് സ്കേപ്പ് ഓഫ് എ ഡാൻസർ ക്രിയേറ്റർ ഇസ് വെരി ഡിഫറെൻറ്റ്. ആൻഡ് ടു ഗെറ്റ് ദാറ്റ് ഓൺ ഫിലിം ആൻഡ് ടുഡേ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ടെക്നോളജി ഹാസ് പ്രൊവൈഡഡ്. ഈവൻ പീപ്പിൾ ഓൾസോ വിൽ സീ. മേതിൽ ദേവിക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പോകാമെന്ന് പറഞ്ഞാൽ സിനിമക്കാരൊക്കെ ഇപ്പം വരും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇതിനിടയിൽ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിൻ്റെ ഒരു ഫൈനൽ പട്ടിക വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഫൈനൽ പട്ടിക എന്ന് വെച്ചാൽ അതൊരു വലിയ നേട്ടമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞേ മതിയാവൂ. കാരണം ലോകമെമ്പാടും ഉള്ളതിൽ നിന്ന് ഒരു വലിയ പട്ടികയിൽ നിന്ന് ചുരുക്കപ്പട്ടികയിൽ ഒരു 6ൽ ഒരാളായി എത്തി നിൽക്കുകയാണ്. നമുക്ക് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. നമ്മുടെ നൃത്തത്തെയും കൊണ്ട് ലോകത്തേക്ക് എത്താനുള്ള ഒരു വിൻഡോ ആണത്. ഓൺലി ഇന്ത്യൻ ഇൻ ദാറ്റ് അമംഗ് ദാറ്റ് 6. പക്ഷേ ഇനി ഒരു ഫിൽറ്ററിങ് കൂടെ ഉണ്ടാവും. പക്ഷേ അവിടെ എന്തായിരിക്കും മനസ്സിലുണ്ടാവുക? അങ്ങനെ ഇന്ത്യയുടെ അംബാസിഡറായിട്ട്, ഡാൻസിൽ ഇന്ത്യയുടെ ഒരു അംബാസിഡറായിട്ട് ഒരു ലോകത്തിൻ്റെ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും ദേവി ചേച്ചിയുടെ ഉള്ളിൽ ലക്ഷ്യം? എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ ഓൾമോസ്റ്റ് 50ഓളം എൻ്റെ തന്നെ സെൽഫ് ക്രിയേറ്റഡ് വർക്ക് ഉണ്ട്, വിച്ച് സ്റ്റിൽ ഹാസ് നോട്ട്, ഐ മീൻ എൻ്റെ ഇപ്പോൾ കോൺസേർട്ട് സ്പേസിൽ ആൾക്കാർക്ക് കാണും ശ്രീജ ഒറ്റ വർക്കേ കണ്ടിട്ടുള്ളൂ, ഒറ്റ സ്റ്റേജേ കണ്ടിട്ടുള്ളൂ. ബട്ട് ദർ ഇസ് ദിസ് ഹോൾ ലൈൻ ഓഫ് മൈ വർക്ക്. എനിക്ക് അതൊക്കെ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. മറ്റേ നമ്മുടെ ഒരു സ്പേസിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കുന്നു അല്ലേ. ഇനി എന്ന് പറയുന്നത് എനിക്ക് പീപ്പിൾ സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. ആ പീപ്പിൾ സ്പേസിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഐ ഫീൽ. അത് ഇറ്റ് ക്യാൻ ബി ത്രൂ ഒരു കോൺസേർട്ട്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ത്രൂ ഫിലിം, or it can be through the bigger cinema, it can be through a book. നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടാവാം. ട്രാൻസ്മിഷൻ നടത്തേണ്ട സമയം വൈകിപ്പോയി എന്നേ എനിക്ക് തോന്നുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ബേസായി കുറേ സാധനങ്ങളുണ്ട്, എല്ലാം ടച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പൊതുവേ ഡാൻസ് ഫ്രെറ്റേണിറ്റിന്ന് ഇത് മോഹിനിയാട്ടമാണെന്ന് ഇപ്പോൾ ആരും ചോദിക്കാറില്ല. ഡാൻസ് അറിയുന്ന ആരും ചോദിക്കില്ല. ബിക്കോസ് ഞാൻ വളരെ പ്യുവറായി ചെയ്യുന്ന സാധനം അവർ കണ്ടിട്ടുമുണ്ട്. ഇനിയും അത്തരം ഒരു സഭയിൽ അത്രയും പ്യൂറിസം മെയിൻറ്റെയിൻ ചെയ്ത് ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പെർഫോം ചെയ്യാൻ എനിക്കറിയാം. ബട്ട് എനിക്കിപ്പോൾ ആൾക്കാരെന്ന് പറയുന്നത് ആക്സസിബിലിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഡിസേബിൾഡ് സെഗ്മെൻറ്റ്, ഏബിൾഡിനും ഇത് ശരിയായി ആക്സസ് ചെയ്യാൻ പറ്റണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു. ആൻഡ് അവിടെ ഒരുപാട് ലേണിംഗ് ഉണ്ട്. നമ്മുടെ കേരളൈറ്റ് ആർട്ട് ഫോംസ്, പ്രത്യേകിച്ച് കേരളൈറ്റ് ഡാൻസ് ഫോംസൊക്കെ, ഇത് വെറും ഈ കാണുന്ന ഒരു പെരിഫറൽ ഒരു സാധനമല്ല. ഇതിന് നമുക്ക് അങ്ങനെ വളരെ ലാഘവത്തോടെ അത് അങ്ങനെ ഇഗ്നോർ ചെയ്യാനൊന്നും പറ്റില്ല. ഇത് പ്രിസേർവ് ചെയ്യേണ്ട ഒരു ബാധ്യത. ആൻഡ് ഐ കൺസിഡർ മൈസെൽഫ് റെസ്പോൺസിബിൾ ടു ഡു ദാറ്റ്. എനിക്ക് വന്ന ഗുരുക്കന്മാർ, ഇപ്പം നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, മേലറ്റൂർ ഭാഗവതമേള നാടകാചാര്യൻ, ട്രാൻസിൻ്റെ ഏറ്റവും വലിയ ആളായ നടരാജൻ മാഷ്, അദ്ദേഹമൊന്നും ഇല്ല അപ്പം, ABC നാരായണ ഭട്ടാതിരിപ്പാട്, കാവലം നാരായണ പണിക്കർ സർ, ഇത്തരം പേഴ്സണാലിറ്റീസിൻ്റെ കീഴിലാണ് ഞാൻ പലപ്പോഴും വർക്ക് ചെയ്തിരിക്കുന്നത്. ഐ ഹോൾഡ് ദാറ്റ്. ആൻഡ് ഞാനത് വിചാരിച്ചിട്ടില്ലെങ്കിൽ അതാരും വിചാരിക്കില്ല. സോ അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള, ഇന്നിപ്പോൾ നല്ല ഓഡിയൻസിനൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, പണ്ടത്തെ പോലെയല്ല. എന്താ വെച്ചാൽ അവർ കുറേ കൂടെ കാണുന്നുണ്ടല്ലോ. ബട്ട് അവിടെയും ചാലഞ്ചിങ് ആണ്. ഈ 1.5-2 മിനിറ്റ് റീൽസ് കാണുമ്പോഴും, ഡാൻസ് റീൽസ് കാണുമ്പോഴും ഇത് മാത്രമൊന്നും അല്ല. അപ്പോൾ ഇന്ന് കുറേ കൂടെ ആൾക്കാർ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ പോലും അവർക്ക് ആക്ച്വലി അറിഞ്ഞൂടാ. ഈ 2 മിനിറ്റ് റീൽ കണ്ടിട്ട് വരുന്ന ഒരു അതോറിറ്റിയാണ്. ബട്ട് അതല്ലാണ്ട് ഒരു ടൈം എടുത്ത് ചെയ്യുന്ന വർക്ക്. ഞാൻ പണ്ട് അമനൂർ മാധവ ചാക്യാർ ഡെത്ത് സീൻ എനാക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഒരു വർക്ക്ഷോപ്പിൽ. നമുക്ക് മുഖരാഗം എന്ന് പറഞ്ഞിട്ടൊരു സാത്വിക ഭാവമുണ്ട്, ചേഞ്ച് ഓഫ് കളർ. അപ്പോൾ അടുത്ത് പോയി നിന്ന്, ഞാൻ ഓർമ്മയുണ്ട് ശിബിരം, എനിക്ക് അന്ന് 16 വയസ്സ്. ഐ വെൻറ്റ് ആൻഡ് സോ അദ്ദേഹം കളർ മാറ്റി ആ മരണ സീന് കാണിക്കുന്നത്. ഇറ്റ്സ് ആൻ ആക്ട്. ഇത്തരം ട്രഡീഷൻസ് ഉള്ളൊരു നാടാണ് നമ്മുടെ കേരളത്തിലാണ് ഏക അഭിനയ കളരി ഉണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂർ അഭിനയ കളരിയായിരുന്നു അത്. ഇതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ പീപ്പിൾ ലൈക്ക് മീ ഓർ മൈ ജനറേഷൻ ഡസ് നോട്ട് സ്പീക്ക് അബൌട്ട് ഇറ്റ്. നോബഡി വിൽ. മറ്റ് മേഖലയെക്കുറിച്ച്, സിനിമയെക്കുറിച്ചൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഈ വിഷയങ്ങൾ ആര് പറയും?
സോ ഇത് വെളിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അവർക്ക് ആഗ്രഹമുണ്ട് ലൈക്ക് ഔട്ട് സൈഡ്. ഇന്നിപ്പോൾ മോഹിനിയാട്ടം എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് പഠിക്കുന്നവർ മാത്രമല്ല, ദേ ഡോണ്ട് നീഡ്, ദേ സ്റ്റഡി ഈവൻ വിതൗട്ട് കമ്മിങ് അണ്ടർ, ഐ ഡോണ്ട് ഈവൻ നീഡ് ടു സേ. എനിക്ക് അറിയാത്തത്ര സ്റ്റുഡൻസ് ഉണ്ട് ലോകത്ത്. സോ മെനി പീപ്പിൾ ഹൂ സേ വി ഫോളോ യുവർ വർക്ക്. ഈ ഫോളോവേഴ്സ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തികളാണ്. So I want to basically now interact with people and ഈ ഡിസെമിനേഷനും ട്രാൻസ്മിഷൻ നടക്കണം. ആ ട്രാൻസ്മിഷൻ്റെ സമയം ആണ് ഇപ്പോൾ.